Good afternoon. Okay, Daisy. Good afternoon. Okay. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. കുറച്ച് ദിവസമായില്ല എന്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കണേ. അശ്വതി മിസ് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ. മിസ്സിന് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടേ അഡ്മിറ്റ് ആയിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. മിക്കവാറും നെക്സ്റ്റ് വീക്ക് തൊട്ട് മിസ് ജോയിൻ ചെയ്യായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ മിസ്സിന്റെ ക്ലാസ് മിസ് വരാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കയറി എടുക്കുന്നത് കേട്ടോ. അപ്പൊ അടുപ്പിച്ച് ദിവസമായില്ലേ മുഖം കണ്ടുകൊണ്ടിരിക്കണേ. മാഡം സൗണ്ട് കുറവാണല്ലോ മാഡം. സൗണ്ട് കൂട്ടിയില്ല കേട്ടോ. Good afternoon, ma'am. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഊണ് കഴിച്ച എല്ലാവരും? എനിക്ക് ഫേസ്, ഷാനിക്ക് ഫേസ് കാണുന്നില്ലേ? എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഒന്നും കാണാൻ പറ്റുന്നില്ല. പ്രസീദ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ശരി. തുടങ്ങിയാലോ നമുക്കപ്പോ? സ്ക്രീനൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ റെഡി ആക്കിയില്ല. ആ ഓക്കെ. പ്രസീദ എവിടെ? പുറത്താണോ? പുറത്തുള്ള ആളാണല്ലേ? ഞാൻ നാട്ടിലുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേട്ടാ. പുറത്തെവിടെയാണ്? ബഹ്റൈനിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി. അവിടെ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ? ഞാൻ കരുതി നാട്ടിലുള്ള ആളായിരിക്കുന്നത്. ഓക്കെ, അവിടെ സെറ്റിൽഡ് ആണോ? ഓക്കെ, വോയിസ് കുറവാണ് അല്ലേ? ഞാൻ സംസാരിക്കാൻ പോണേ ഉള്ളൂ കേട്ടാ. 6 വർഷമായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ? ഓക്കെ ഓക്കെ. പ്രസീദ, ഓക്കെ ഓക്കെ, കെയർ ഗിവർ ആയിട്ട് അല്ലേ? ഓക്കെ, ശരി. സൗണ്ടിന് പ്രശ്നം ഉണ്ടാവും? സൗണ്ട് എല്ലാവർക്കും ക്ലിയർ അല്ലേ? കുഴപ്പമില്ല, നല്ല സൗണ്ട് ഉണ്ട്. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടെയാണ് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. ഇന്നലെ നമ്മള് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മള് ഓർഗാനോഗ്രാം പഠിച്ചു അല്ലെ? അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ നമ്മൾ കണ്ടു, ഓർഗാനോഗ്രാം കണ്ടു. എഴുതി നോക്കിയോ നിങ്ങളത്? വായിച്ച് തന്നെ എഴുതി നോക്കിയോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഓർഡർ ഒക്കെ ഷഫിൾ ചെയ്ത് തരും, എന്നിട്ട് കറക്റ്റ് ആക്കാൻ നിങ്ങളോട് പറയൂ കേട്ടോ. അപ്പൊ തെറ്റിപ്പോവരുത്, ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ BPOന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. PROന്റെ ഫുൾ ഫോം പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ, അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ കണ്ടത് ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അല്ലെ? ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ RH ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലഡിലൂടെ വരുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെ, പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞ കുറച്ച് അസുഖങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C, അതുപോലെ HIV. ഓക്കെ, പിന്നെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ട്രിപ്പോനിമ പാലിഡം അല്ലെ, സിഫിലിസ്. അവിടുന്ന് ഒരു ക്വസ്റ്റ്യന് ചോദിക്കാം കേട്ടോ. സിഫിലിസ് എന്ത് ഇൻഫെക്ഷൻ ആണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് ട്രിപ്പോനിമ പാലിഡം. ഓക്കെ, അത് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ആളുകളില് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? O പോസിറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ ഏറ്റവും ലീസ്റ്റ് ഉള്ളതൊക്കെ നോക്കി വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്ലഡിലെ കമ്പോണൻസുകളും അതിന്റെ ഫങ്ഷൻസ് ആണ് അല്ലെ? കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ പ്ലാസ്മ വരെ ജസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾമീറ്റ് ചെയ്യാണ്.
RBCയുടെ ഫംഗ്ഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, ഓക്സിജൻ സംവഹനമാണ് RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലെ. അതായത് നമ്മുടെ ഇമ്മ്യൂൺ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലഡ് സെല്ലാണ് WBC എന്ന് പറയുന്നത്. പ്ലാസ്മയോ, പ്ലാസ്മ എന്താണ് നമ്മൾ പറഞ്ഞ? പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ക്ലോട്ട് ദ ബ്ലഡ് അല്ലെ. ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പ്ലാസ്മയെ പറ്റിയിട്ടാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തത്തിലെ ദ്രാവക ഭാഗമാണ്. ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് എന്നറിയപ്പെടുന്നത് പ്ലാസ്മയാണ്. ഈ പ്ലാസ്മക്കകത്താണ് നമ്മൾ നേരത്തെ പഠിച്ച RBC, WBC, പ്ലേറ്റ്ലെറ്റുകള് ഇതെല്ലാം നമ്മൾ എവിടെയാണ്? പ്ലാസ്മക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അതൊരു ഫ്ലൂയിഡ് പാർട്ടാണ്. ഈ പറയുന്ന ബ്ലഡ് സെല്ലുകളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. പ്ലാസ്മയില് എന്താണ്? ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പ്ലാസ്മയിലെ പ്രധാനമായിട്ടും 3 പ്രോട്ടീനുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 3 പ്രോട്ടീൻസുകള്? ഒന്ന് ആൽബുമിൻ ആണ്. ഓക്കെ കഷാനി, കറക്റ്റ് ആണ്. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ് ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു? യെസ്, അതായത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. ഓക്കെ, മൂന്നാമത്തത് ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അതേന്ന് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയാം. അതായത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്. നിങ്ങളോട് ചോദിക്കുകയാണ്, ദ ബ്ലഡ് സെൽ റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ട്. ചോദ്യം മനസ്സിലായോ? അതായത് ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുന്ന ബ്ലഡിലെ സെൽ ഏതാണ്? രക്തകോശം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ പറയാം? ഏതാണ് ആൻസർ പറയാം? ഓക്കെ, നന്ദിനി കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ കറക്റ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് ആണ് പറയാ അല്ലെ. പ്ലാസ്മയാണോ പറയാം? പ്ലേറ്റ്ലെറ്റ് ആണ് പറയാം. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, ദ പ്ലാസ്മ പ്രോട്ടീൻ. ചോദ്യം ശ്രദ്ധിക്കാം. പ്ലാസ്മ പ്രോട്ടീൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ട്. അതിന് ഉത്തരം എന്തായിരിക്കും നിങ്ങൾ പറയാം? അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്താണ്? ഫൈബ്രിനോജൻ ആണ്. കറക്റ്റ് ആണ് കേട്ടോ. അത് മാറിപ്പോകരുത്. രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചോദ്യത്തിൽ വ്യത്യാസമുണ്ട്. ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം, ബ്ലഡ് സെൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പ്ലേറ്റ്ലെറ്റും. അതേസമയം പ്ലാസ്മ പ്രോട്ടീൻ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം എന്താണ്? ഫൈബ്രിനോജൻ ആണ് കേട്ടോ. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്. ഇൻക്ലൂഡിങ് പ്ലാസ്മ പെർഫോംസ് മെനി ഫംഗ്ഷൻസ് ഇൻക്ലൂഡിങ് ദ ഫോളോയിങ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. കേട്ടോ, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ നമുക്കറിയാം ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് പ്ലാസ്മയിലെ ആൽബുമിൻ എന്ന് പറയുന്ന കമ്പോണന്റ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ പ്ലാസ്മയുടെ ഫംഗ്ഷൻ ഒന്നാമത്തെ എന്താണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഏതാണ് ആ പ്രോട്ടീൻ? ഫൈബ്രിനോജൻ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലുകള് ബാലൻസ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. പ്ലാസ്മ സഹായിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യം പമ്പുണ്ട് അല്ലെ. സോഡിയം കുറഞ്ഞു പോയാലും പൊട്ടാസ്യം കുറഞ്ഞു പോയാലുള്ള അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം അല്ലെ. ഓക്കെ, ഈ പറയുന്ന സോഡിയം പൊട്ടാസ്യം ലെവലുകള് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പ്ലാസ്മയാണ് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ ആൻഡ് പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻസ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്, ദെൻ ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. എല്ലാ കമ്പോണന്റുകളുടെയും ഫംഗ്ഷൻസുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ.
ഇനി വേറൊരു കമ്പോണന്റ്, വേറെ അല്ല, അവിടെ മറ്റൊരു കമ്പോണന്റിനെ പറ്റി പറയുന്നുണ്ട്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. AHFന്റെ ഫുൾ ഫോം ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആന്റി ഹീമോഫിലിക് ഫാക്ടർ. എന്താണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. എന്താണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറഞ്ഞാല്? The portion of the plasma that contains clotting factors that help to control bleeding. അതായത് നമ്മുടെ പ്ലാസ്മയിലെ തന്നെ ഒരു ഭാഗമാണത്. ഇത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. ഈ ഒരു ഭാഗത്തിലാണ് ഇതാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, പ്ലാസ്മയിലെ ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നത് പ്ലാസ്മയിലെ ഏത് ഭാഗമാണ്? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF ആണ്. മനസ്സിലായോ? പ്ലാസ്മയ്ക്കകത്ത് ഉള്ള ഒരു ഭാഗമാണ് എന്ത്? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. ആ ഒരു ഭാഗമാണ് ക്ലോട്ടിംഗ് ഫാക്ടർ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഉത്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. The portion of the plasma that contains clotting factors is called, എന്താണ് അതിന് നമ്മൾ പറയാ? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. അത് ഉത്പാദിപ്പിക്കുന്നതാണ് എന്തിനെ? ഫൈബ്രിനോജന്. ഫൈബ്രിനോജൻ ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അതിന് ഉത്പാദിപ്പിക്കുന്ന പ്ലാസ്മയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF ആണ് കേട്ടോ. AHFന്റെ ഫുൾ ഫോം ആണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഓക്കെ, അപ്പോ നമ്മള് ഹീമോഫീലിയ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹീമോഫീലിയ എന്താണ്? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഹീമോഫീലിയ എന്നൊക്കെ പറയുന്നത് കേട്ടോ. രാജകീയ രോഗം എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് ഈ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു അസുഖമാണത്. ഓക്കെ, അതൊരു രാജകീയ രോഗം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാറ് കേട്ടോ. ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. അപ്പൊ ആന്റി ഹീമോഫിലിക് എന്ന് പറയുന്നത് എന്താണ്? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കണം അല്ലെ, അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് ആന്റി എന്ന് പറയുന്നത് കേട്ടോ. ആന്റി ഹീമോഫിലിക് ഫാക്ടർ മീൻസ് ബ്ലഡിന് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കുന്ന പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയേ, ആൽബുമിൻ, immunoglobulin and clotting factor concentrate may also be separated and processed for the transfusion. ഇനി നമ്മളെ തുടക്കം പറഞ്ഞില്ലേ, ബ്ലഡ് ബാങ്കിനകത്ത് എങ്ങനെയാണ് നമ്മൾ കമ്പോണന്റുകൾ സൂക്ഷിക്കുന്നത്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. എന്നതുപോലെ പ്ലാസ്മയ്ക്കകത്തുള്ള 3 കമ്പോണന്റുകൾ ഉണ്ടല്ലോ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ സൂക്ഷിക്കുന്നു, ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്നു. കാര്യം ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു കമ്പോണന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? സപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ തന്നെ നമ്മൾ പഠിച്ചത് ബ്ലഡിലെ കമ്പോണന്റുകളും അതിന്റെ ഫങ്ഷൻസും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. എന്താണ് പറഞ്ഞത്? ക്വസ്റ്റ്യൻ ആണോ? കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിച്ചത്? അതായത് ദ ബ്ലഡ് സെൽ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ട്. അതിന് ഉത്തരം ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് കേട്ടോ, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, ദ ബ്ലഡ് സെൽ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ട് ദാറ്റ് ഈസ് കോൾഡ്, അതെ, ഉത്തരം എന്താണ്? പ്ലേറ്റ്ലെറ്റ്. അതേസമയം ദ പ്ലാസ്മ പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ് ദാറ്റ് ഈസ് കോൾഡ് ഫൈബ്രിനോജൻ. ഓക്കെ, മനസ്സിലായോ? പ്ലാസ്മ പ്രോട്ടീൻ എടുത്ത് ചോദിച്ചു, മറ്റൊന്ന് ബ്ലഡ് സെൽ ആണ്. നമുക്ക് കൺഫ്യൂഷൻ വരും, കാര്യം ഓപ്ഷൻ അകത്ത് പ്ലേറ്റ്ലെറ്റും ഉണ്ടാവും ഫൈബ്രിനോജനും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടിന്റെയും ഫംഗ്ഷൻ ബ്ലഡ് ക്ലോട്ട് തന്നെയാണ്, പക്ഷെ ചോദ്യത്തിൽ വ്യത്യാസമുണ്ട്. ഒന്നിന് രക്തകോശമാണ് ചോദിച്ചിരിക്കുന്നത്, മറ്റൊന്നിന് എന്താ? പ്ലാസ്മ പ്രോട്ടീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? ഇതൊക്കെ നമ്മൾ നേരത്തെ ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ്
ബ്ലഡ് ബാങ്ക്സുകൾ ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ പ്രാധാന്യം എന്താണ്? അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം. Typically, blood transfusion is the process in which blood components are transferred from one person into the bloodstream of another person. That means recipient. Underline ചെയ്യാട്ടോ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ബ്ലഡ് കമ്പോണൻസുകള് നമ്മൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, blood transfusion is the process in which the blood components are transferred from one person into the bloodstream of another person. That is called transfusion. Important ആണ് കേട്ടോ. Okay, ഇനി it comes into answer especially as a life-saving process for the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. Blood transfusion is considered as a noble cause. നമുക്കറിയാലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് രക്തദാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതൊരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാര്യം എന്താണ്? ഇപ്പം റെസിപ്പിയന്റിന് ഏതെങ്കിലും നമുക്കറിയാം നമ്മുടെ ഈ രക്തകോശങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ബോൺ മാരോയിലാണ് അല്ലെ, അസ്ഥിമജ്ജയിലാണ് അല്ലെ ഈ പറയുന്ന ബ്ലഡ് സെല്ലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഈ ക്യാൻസറും മറ്റു പ്രത്യേകിച്ച് ലുക്കീമിയ പോലെയുള്ള ബ്ലഡ് ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോൺ മാരോയ്ക്കൊക്കെ ഡാമേജ് സംഭവിക്കും, അസ്ഥിമജ്ജയ്ക്ക് കേടുപാടുകൾ സംഭവിക്കും. അപ്പൊ ഈ പറയുന്ന പോലെ ബ്ലഡ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ജീവനെ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ നമ്മളൊരു നോബൽ കോസ് അല്ലെ, ഒരു വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കണക്കാക്കുന്നത്. പലർക്കൊരു തെറ്റായ ഒരു ധാരണയുണ്ട് അല്ലെ, നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് കുറഞ്ഞു പോകുമെന്നുള്ളൊരു സംശയം. ഒരിക്കലും കുറയില്ല, ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ, കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പൊ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അതൊരു ലൈഫ് സേവിങ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇനി നോക്കാം, ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് ദ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ all types of blood. They watchfully screen test the blood for any signs of infection. നമുക്കറിയാം ബ്ലഡ് ബാങ്ക് സേവനങ്ങളെ നമ്മൾ ഒരു യൂണിവേഴ്സൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു നേരത്തെ പറഞ്ഞല്ലോ വളരെ എല്ലാവരും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ സേവനങ്ങളെ കണക്കാക്കുന്നത് അല്ലെ. കാര്യം എന്താണ്? അത് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു, പല ടൈപ്പ് ഓഫ് ബ്ലഡുകൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. അത് മാത്രമല്ല ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ഈ പറയുന്ന ഇൻഫെക്ഷൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ എവിടെ നടക്കുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, other than screening of infection, they also check the blood type, whether the type A, B, AB or O, and whether it's RH negative or RH positive. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് പോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ബ്ലഡിന്റെ ഗ്രൂപ്പുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, RH ഫാക്ടർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എ ഗ്രൂപ്പ് ആണോ, ബി ഗ്രൂപ്പ് ആണോ, AB ആണോ, O ആണോ എന്നറിയാനുള്ള ഗ്രൂപ്പിംഗ് ടെസ്റ്റുകളും അതുപോലെ RH ഫാക്ടർ അല്ലെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള RH ടൈപ്പിംഗ് ടെസ്റ്റുകളും നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല compatibility testing is done to find out if a particular unit of blood can be transferred safely into the certain patient അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡിന്റെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ അല്ലെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എങ്കിലും പറയാണ് അല്ലെ, ഓരോരുത്തർക്ക് നമ്മൾ ഗ്രൂപ്പിന്റെ മാച്ചിങ് മാത്രം പോരാ അല്ലെ. എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനും പറ്റില്ല, കൊടുക്കാനും സാധിക്കില്ല.
അപ്പം അങ്ങനെയുള്ള കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് രക്ത അനുയോജ്യത പരിശോധനകളും നമ്മളിവിടെ നടത്തുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലഡ് കളക്ട് ചെയ്യുക, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സെന്റർ മാത്രമല്ല അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കാം. If your blood type is O negative, you are the universal donor who can transfer your blood to almost everyone. If your blood type is AB positive, you act as a universal recipient. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ ഡോണർ? സാർവത്രിക ദാതാവ്, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ്. O ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓയിൽ ഏതാണ്? O നെഗറ്റീവ് ആണ് കേട്ടോ. എന്താണ്? O നെഗറ്റീവ് ആണ്. പലരും വിചാരിക്കുന്നത് O പോസിറ്റീവ് ആണെന്നാണ്, O ഗ്രൂപ്പ് ആണെന്ന് അറിയാം മിക്കവർക്കും. O ഏതാണ്? O നെഗറ്റീവ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ് ആണ്. അതേസമയം യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ് ആണ്. ഇതാണ് AB പോസിറ്റീവ്. നോട്ട് ചെയ്ത് വെക്കാത്ത ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ ഡോണർ, ദാറ്റ് ഈസ് O നെഗറ്റീവ്, ആൻഡ് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് AB പോസിറ്റീവ്. ഓക്കെ, മാറിപ്പോവരുത്. However, any mismatch between the blood type can prove fatal, that means causing death. So the blood test must be done carefully. നമുക്കറിയാം, ഈ ബ്ലഡ് ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും മിസ്മാച്ചിങ് വന്നു കഴിഞ്ഞാൽ അത് എന്തുണ്ടാവും? വളരെ വലിയ അപകടങ്ങൾക്ക് കാരണമാകും അല്ലെ, ശരിയല്ലേ? That can prove fatal. Fatal means എന്താണ്? causing death, അഗ്ലൂട്ടിനേഷൻ എന്നൊക്കെ പറയും. അതായത് ചേരാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ചേർത്ത് കഴിഞ്ഞാല് ഇത് സംഭവിക്കും, അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. ബ്ലഡ് ക്ലോട്ട് ആവും കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ആയാൽ അറിയാലോ എന്ത് സംഭവിക്കും? രോഗിക്ക് മരണം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളവിടെ പഠിച്ചത് എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക് ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനുള്ള റീസൺ എന്താണ്, അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് AB പോസിറ്റീവ് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ, അടുത്തൊരു ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്? എപ്പോഴൊക്കെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ? ഏതൊക്കെ സിറ്റുവേഷൻ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്, ടെക്സ്റ്റിലുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എപ്പോഴൊക്കെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്, എപ്പോഴൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് നോക്കാം. ഇൻഡിവിജ്വൽസ് മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ എ വെറൈറ്റി ഓഫ് സം ഓഫ് ദം ആർ കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട്
വരുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെ സിറ്റുവേഷൻ ആണ് നോക്കിയേ. ഒന്നാമത്തത് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. എന്താണ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സർജറിക്ക് ശേഷം എന്ത് ചെയ്യേണ്ടി വരും? നമുക്കറിയാമല്ലോ, പൊതുവെ മേജർ സർജറികളും കാര്യങ്ങളൊക്കെ വരുന്ന സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് അതിന് പകരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള സർജറിക്ക് ശേഷം എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയോ സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് സംഭവിക്കുന്ന എന്തെങ്കിലും മേജർ സർജറികളൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ നഷ്ടപ്പെട്ട ബ്ലഡിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്ലഡ് കയറ്റേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്നത് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ആണ്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചതല്ലേ, നമ്മുടെ ഡൈജഷന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതെ, അതായത് നമ്മളുടെ ഈസോഫാഗസ്, നമ്മുടെ അന്നനാളത്തിലോ സ്റ്റൊമക്കിലോ ഒക്കെ ഉണ്ടാകുന്ന ഈ അൾസർ ഒക്കെ വരില്ലേ, അൾസർ, ക്യാൻസർ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോ ഓക്കെ ഹരിത, കുഴപ്പമില്ല, സീരിയസ് കണ്ടീഷൻ. ഓക്കെ, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് കേട്ടോ. അതായത് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിലൊക്കെ വരുന്ന എന്തെങ്കിലും അൾസർ മൂലോ ക്യാൻസർ മൂലോ ഒക്കെ എന്ത് വരാം? ബ്ലീഡിങ് സംഭവിക്കാം. അത് വളരെ സിവിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ ഒരുപാട് ബ്ലഡ് പോകും അല്ലെ. നമ്മള് എന്താണ് ചുമയ്ക്കുമ്പോഴും തുപ്പുമ്പോഴും അല്ലാതെയൊക്കെ നമ്മുടെ ശരീരത്തിന് ബ്ലഡ് ഒരുപാട് ലോസ് വരാം അല്ലെ. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്ലഡ് അവിടെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെന്താണ് ലുക്കീമിയ അല്ലെ. ലുക്കീമിയ, അതായത് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ, അതായത് നമ്മുടെ ബ്ലഡിനകത്ത് WBC ഉണ്ടല്ലോ, ശ്വേത രക്താണുക്കള്, അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ കേട്ടോ. WBCയുടെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടുക. സാധാരണ നമുക്കൊരു ഇൻഫെക്ഷൻ പനിയൊക്കെ വരുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ WBCയുടെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കൂടുതലല്ല ഉദ്ദേശിക്കുന്നത്, ക്രമാതീതമായിട്ട് കൂടുക, ഭയങ്കര ഹൈ ലെവലിലേക്കൊക്കെ പോകുന്നൊരു അവസ്ഥ. അതായത് ഒരു 10,000 അപ്പുറത്തേക്ക് കയറി പോകുന്ന ഒരു അവസ്ഥയില്ലേ, അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയാണ് അതാണ് ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ എന്ന് പറയും കേട്ടോ. അപ്പൊ നമ്മള് ഈ ലുക്കീമിയ ഒക്കെ വരുന്ന സമയത്ത്, ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു തരം ബ്ലഡ് ഡിസോർഡർ ആണ്. അപ്പൊ നമ്മുടെ ബോൺ മാരോയിലൊക്കെ ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിക്കും. WBCയുടെ അളവ് കണ്ടമാനം കൂടുകയാണ്. അതിനനുസരിച്ച് RBCയും പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയാണ്. അനുപാതികം കുറയ മീൻസ് ഒരെണ്ണമല്ലാതെ കൂടുമ്പോൾ മറ്റുള്ളത് കുറഞ്ഞൊരവസ്ഥയാണല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോൺ മാരോയിലൊക്കെ ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ വേണ്ടത്ര ബ്ലഡ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ അവിടേക്ക് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും അല്ലെ. അതാണ് ഡൈജസ്റ്റീവ് ലുക്കീമിയ കേട്ടോ. അപ്പൊ ലുക്കീമിയ പേഷ്യൻസിന് എന്ത് വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അടുത്തത് ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. ഇതാണ് ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് കേട്ടോ. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള RBCയുടെ അഭാവം അല്ലെ, റെഡ് ബ്ലഡ് സെൽസുകളുടെ അഭാവം. അതായത് വളരെ സിവിയർ അനീമിക് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാല് RBCയുടെ കൗണ്ട് കുറയും അല്ലെ. RBCയുടെ അളവ് കുറഞ്ഞ എന്ത് സംഭവിക്കും? വളരെ സിവിയർ അനീമിക് ആവും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. പിന്നെന്താണ്? റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഈ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് റേഡിയേഷൻ കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഇന്റേണൽ ആയിട്ട്, അതായത് ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്, ബ്രൂയിസിങ്, ചതവും ബ്ലീഡിങ് ഒക്കെ ഇന്റേണലി സംഭവിക്കുന്നുണ്ട്. ബോൺ മാരോയിലൊക്കെ ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന രോഗിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? അടുത്തത് വരുന്നത് എന്താണ്? ലിവർ പ്രോബ്ലംസ് കേട്ടോ. ഓക്കെ, ലിവർ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ. ഓക്കെ, ലിവർ ഡിസ് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്മ പോലുള്ള കമ്പോണന്റുകളൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് മീൻസ് അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ വരുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ലുക്കീമിയ, ഹീമോഫീലിയ അല്ലെ, അങ്ങനെയൊക്കെയുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്തും
ഈ പറയുന്ന പോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ആ പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാണ്ടാവും. ഇതൊക്കെയാണ് to substitute for the lost blood after a serious or surgery, digestive tract bleeding, leukemia, lack of healthy red blood cells, radiation therapy, chemotherapy or other cancer treatments, liver problems and blood disorders. Okay ആണോ? മനസ്സിലായോ? ഓക്കെ, ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെയാവും ചോദിക്കുക, ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പൊ നോക്കാം, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട്സ് as the head of the entire blood bank കേട്ടോ. അതായത് ഒരു entire blood ബാങ്കിന്റെ ഹെഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ദ ഹെഡ് ഓഫ് ദ entire blood bank. അതായത് ഒരു entire ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, ഹു ആക്ട് ആസ് ദ ഹെഡ് ഓഫ് ദ entire blood bank ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, അടുത്തത് he or she is at the helm of the daily operations at the blood bank, checking expenses, conducting inspections and working with the third party എന്നാണ് കേട്ടോ. ഹാൻഡ് പാർട്ടി എന്നാണെങ്കിൽ തിരുത്തണം, ഹാൻഡ് വെട്ടിയിട്ട് തേർഡ് എന്നാണ് കേട്ടോ. തേർഡ് എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നോക്കാം, അതായത് ചെക്കിംഗ് എക്സ്പെൻസസ്, ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക് കേട്ടോ. അതായത് ഒരു ബ്ലഡ് ബാങ്കിനകത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു? ചെക്കിംഗ് എക്സ്പെൻസസ് അല്ലെ, ചെലവുകൾ നോക്കുന്നു, ചെക്ക് ചെയ്യുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾക്ക് മേൽനോട്ടം വഹിക്കുന്നു, പരിശോധനകൾ നടത്തുന്നു. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകള്, ക്ലബുകള് അല്ലെ, അത്തരം ഓർഗനൈസേഷൻസും ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ആര് തന്നെയാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. He or she is at the helm of the daily operations at the blood bank. Checking expenses അല്ലെ, ചെലവുകൾ അവർ ചെക്ക് ചെയ്യുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ നടത്തുന്നു. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ലബുകള്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ്, അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. എന്താണ്? അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകളാണ് അല്ലെ. അതായത് നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് അല്ലെ, മാർഗനിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്
ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, he or she supervises and leads newly hired staff on the work they do and implement different rules and regulations of the company. And training is also given. അല്ലെ, അത് കൂടാതെ ഇപ്പൊ ആ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലായിട്ട് പുതുതായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരുണ്ടാവും അല്ലെ, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അവർ ചെയ്യുന്ന ജോലികളിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക. അതുപോലെ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും നടപ്പിലാക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. He or she supervises and leads newly hired staff on the work they do and implement the different rules and regulations of the company. Training is also given. Okay, clear ആയല്ലോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് he also oversees and assesses the gross performance of the staff and ensures that files and records are updated and properly stored. He also oversees and assesses the gross performance of the staff. അവരുടെ സ്റ്റാഫുകളുടെ ഓവറോൾ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. ആൻഡ് ensures that files and records are updated and properly stored. അതുകൂടാതെ ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ട് എല്ലാ ഫയലുകളും റെക്കോർഡ്സുകളും അത് അപ്ഡേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലെ, നമുക്കറിയാം ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ, അതായത് ബ്ലഡ് ഡോണർ റെക്കോർഡുകളും അതുപോലെ ആ ഒരു ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്ന ബ്ലഡ് കമ്പോണൻസുകളുടെ കണക്കും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകളും രജിസ്റ്ററുകളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റെക്കോർഡുകളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലെ, അതുപോലെ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമാണുള്ളത് ബ്ലഡ് ബാങ്ക് മാനേജർക്കാണ്. ഓക്കെ, then അടുത്തത് എന്താണ്? അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing center programs such as blood donation month. അതിന് പുറമെ ഒരു ബ്ലഡ് ഇതുവരെ നമ്മൾ കണ്ടത് ബ്ലഡ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് മേൽനോട്ടം വഹിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക അല്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിനു പുറമെ ബ്ലഡ് ബാങ്കിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നതിന് പുറമെ ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ ഹീസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസുകൾ. അതായത് ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് ബ്ലഡ് സെന്റർ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ മന്ത് ഒക്കെ വരുന്ന സമയത്ത്, ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏതാണെന്ന് അറിയാമോ? ജനുവരിയാണ് കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്നറിയപ്പെടുന്ന മാസം ജനുവരിയാണ്. ഇനി ജനുവരി മാസമൊക്കെ വരുന്ന സമയത്ത് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ജനുവരിയിൽ മാത്രമല്ല നമുക്ക് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രോഗ്രാംസുകളും കണ്ടക്ട് ചെയ്യാം. കാര്യം നമുക്കറിയാം ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വിദ്യാധാരണകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികള്, പ്രോഗ്രാമുകള്, ക്യാമ്പുകള് ഇതൊക്കെ കണ്ടക്ട് ചെയ്യാം അല്ലെ. അതുപോലെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ വേണമെങ്കിൽ നമുക്ക് ഇത്തരം ചടങ്ങുകളിലൊക്കെ അവരെ നമുക്ക് ആദരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാം അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെന്റർ പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അല്ലെ, അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജറാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാണ്, ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ബാങ്ക് മാനേജറാണ്. അദ്ദേഹം ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നു, ചെലവുകൾ പരിശോധിക്കുന്നു, പരിശോധനകൾ കണ്ടക്ട് ചെയ്യുന്നു, അതുപോലെ തേർഡ് പാർട്ടി സർവീസസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് ആവശ്യമായ സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അതുപോലെ പുതുതായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ ജോലിയിൽ വേണ്ട പിന്തുണ കൊടുക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ സ്റ്റാഫുകളുടെ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വിലയിരുത്തണം. അതുപോലെ ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും ഫയൽസുകളും പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുക. ഇനി ബ്ലഡ് ബാങ്കിൽ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നതിന് പുറമെ ബ്ലഡ് ബാങ്ക് മാനേജർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെന്റർ പ്രോഗ്രാംസുകൾ നടത്താനും അവര് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ?
നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഇനി ഓരോ പോയിന്റുകൾ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതാണ് ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായ സംവിധാനം നിലനിർത്തുക. ഓക്കെ, നമുക്ക് എന്താണ് ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായ സംവിധാനങ്ങൾ അവിടെ നിലനിർത്തുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ്. നമുക്കറിയാലോ, ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കം പറഞ്ഞു അല്ലെ. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. 45 കിലോഗ്രാം എങ്കിലും ശരീരഭാരം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ കുറെ കണ്ടീഷൻസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് ആണ്. അപ്പൊ അതിന്റെ ശരിയായ സംവിധാനങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ആരുറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ. ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസുകൾ അല്ലെ. ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ ആ സ്വീകരിച്ച വ്യക്തിയിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള, ചെറുതാവാം ചിലപ്പോ വലുതായിരിക്കാം, രീതിയിൽ വരുന്ന ചില റിയാക്ഷൻസുകൾ, പ്രത്യേകിച്ച് അപകടകരമായിട്ടുള്ള റിയാക്ഷൻസ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത്തരത്തിലെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇൻസിഡന്റ് ഫോംസുകൾ, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോപ്പർ മെയിന്റനൻസ് ഓഫ് റെക്കോർഡ്, അതായത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആരുറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അടുത്തത് എന്താണ്? പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. അതുപോലെ ബ്ലഡ് ബാങ്കില് ബ്ലഡിന്റെയും ബ്ലഡ് പ്രോഡക്റ്റുകളുടെയും പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് ഉറപ്പുവരുത്തുക. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്, ബ്ലഡിന്റെയും ബ്ലഡ് പ്രോഡക്റ്റിന്റെയും പ്രോപ്പർ സ്റ്റോറേജ് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഇനി ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ അല്ലെ. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. അതുകൂടാതെ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ട്, അതായത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങള് അല്ലെ, പ്രശ്നങ്ങള് അത് തിരിച്ചറിയുകയും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ചിലപ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ, പലതരത്തിലുള്ള ഗ്രീവൻസസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. അതോടൊപ്പം എന്താണ്? ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്, നിലവിലുള്ള ചില നയങ്ങള് പരിഷ്കരിക്കുക അല്ലെ. എക്സിസ്റ്റിംഗ് പോളിസികൾ ഒന്ന് റിവൈസ് ചെയ്യാം. എന്ന് പറഞ്ഞാലൊക്കെ നമുക്കറിയാം പല പ്രശ്നങ്ങൾ വരുമ്പോഴാവും ചിലപ്പോ ചില പോളിസികള് പ്രൊസീജിയറുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ചില പോളിസികൾ എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. പുതിയ ചില പോളിസികൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നിലവിലുള്ള പോളിസികളെയൊക്കെ പരിഷ്കരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. ക്ലിയർ ആയോ? അവർ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായ സംവിധാനം നിലനിൽക്കുന്നുണ്ടോ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡന്റ് ഫോമുകൾ വിലയിരുത്തുക, റെക്കോർഡ്സുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റുകളുടെ പ്രോപ്പർ സ്റ്റോറേജ് ഉറപ്പുവരുത്തുക. അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് സ്റ്റാഫുകളാണെന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ എന്താണ്? വകുപ്പ് തല പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക, നിലവിലുള്ള പോളിസികളെ പരിഷ്കരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ അല്ലേ? ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, ചെറിയ ചാപ്റ്റർ ആണ്, കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങള് ബ്ലഡിലെ കമ്പോണന്റുകളും ഫങ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ് അതൊക്കെ നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഇനി വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞതാണ്, വളരെ പതുക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. വീണ്ടും വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിരിക്കാം. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ചാപ്റ്റർ നമ്പർ 9 ആണ് കേട്ടോ. എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 9 ആണ് കേട്ടോ. 52 ആണ് അല്ലെ? ഓക്കെ, ഇതിൽ 52. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, തുടങ്ങിയാലും നമുക്ക് ആ ഒരു ചാപ്റ്റർ, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോ ആദ്യം തന്നെ നമ്മള് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ പറ്റി വായിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് വായിക്കുക പഠിക്കുകയായിരിക്കും കുറച്ചും കൂടെ സൗകര്യം അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നറിയാമോ? അതിന് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. എന്താണ് പറയാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പൊ നോക്കാം, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ കേട്ടോ. എന്താണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അതൊരു ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, നമുക്കധികം ആ ഒരു വാക്ക് നമുക്ക് അധികം ഫെമിലിയർ അല്ല. നോസോകോമിയൽ എന്ന് പറയുന്ന വാക്ക് നമുക്ക് അധികം ഫെമിലിയർ അല്ല. അതൊരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും നോസോ എന്ന വാക്കിന്റെ അർത്ഥം അസുഖം എന്നാണ്. അസുഖം എന്നുള്ള അർത്ഥമാണ്. കൊമിയോൺ എന്ന വാക്കിന്റെ അർത്ഥം അസുഖം ചികിത്സിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ, ആശുപത്രി. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. അപ്പോ ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന അസുഖങ്ങൾ, നമ്മൾ സാധാരണ അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോകുന്ന സ്ഥലമാണ് എന്ത്? ഹോസ്പിറ്റൽ. അപ്പൊ ഒന്ന് ആലോചിച്ച്, ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു അസുഖം കിട്ടുന്ന ഒരു അവസ്ഥയാണ് അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതാണ് എന്ത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അഥവാ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാധാരണ നമ്മൾ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ പറയുന്നത് സമയം വെച്ചിട്ടാണ് നമ്മളത് പറയുക. പൊതുവെ നമ്മൾ അതൊരു സമയം വെച്ചിട്ടാണ് പറയുക. അതായത് സാധാരണ ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അഡ്മിറ്റ് ആവുന്നത് വരെ അവർക്ക് എന്തില്ല? അസുഖങ്ങളില്ല. പക്ഷെ അവര് എന്തെങ്കിലും രോഗം മൂലം ആ രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവർക്ക് അവിടെ നിന്നും അണുബാധയേൽക്കാണ്. അതായത് അഡ്മിഷൻ ആവുന്നതിന് മുൻപ് വരെ അവർക്ക് എന്താണ്? പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അഡ്മിറ്റ് ആയതിനു ശേഷം അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു അണുബാധ ഉണ്ടാവാണ്. ആ അണുബാധ മൂലം അവർക്ക് വലിയ മറ്റു ശരീരഭാഗങ്ങൾ ബാധിച്ച് അതൊരു വലിയൊരു ഇൻഫെക്ഷൻ ആയിട്ട് മാറുകയാണ്. അതിനെയാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ പറഞ്ഞില്ല, അഡ്മിഷന് മുമ്പ് വരെ കുഴപ്പമില്ല, അഡ്മിറ്റ് ആയതിനു ശേഷമാണ് ഇവർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പേര് ഹോസ്പിറ്റൽ അക്വയർഡ് എന്ന് പറയുന്നത്. അക്വയർഡ് എന്ന് വെച്ചാൽ ആർജിക്കാം. ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന അസുഖം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സമയം വെച്ചിട്ടാണ് ഇത് സാധാരണ നമ്മൾ പറയാറുള്ളത്. എന്ന് പറഞ്ഞാല് ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു 48 മണിക്കൂറിന് ശേഷം, അതിനുശേഷമാണ് അവർക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം.
ഓക്കെ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ യാതൊരു കുഴപ്പവും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഇവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഒരു 3-4 ദിവസം, 3 ദിവസങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. മനസ്സിലായോ? അഡ്മിഷൻ എടുത്ത് ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് പറയാം. ചില രോഗികളില് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഒരു 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഓക്കെ. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഒരു 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ കൂടിയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് പറയാം. അതായത് ഈ സർജറി കഴിഞ്ഞ ഭാഗത്തൊക്കെ പഴുപ്പ് വരാം, അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ അതിനെ തുടർന്ന് പനി വരിക, അങ്ങനെയൊക്കെ നമ്മൾ ഈ സിസേറിയനും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ ഇൻഫെക്ഷൻ വരുന്ന കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതിപ്പോ സിസേറിയന്റെ മാത്രമല്ല കേട്ടോ, അല്ലാതെയൊക്കെ വരുന്ന സർജറികളൊക്കെ പഴുപ്പ് വരാം അല്ലെ. അതൊക്കെ ഒരു 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ കൂടിയും നമുക്ക് എന്ത് പറയും? അതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. അങ്ങനെ നമ്മൾ പൊതുവെ സമയം വെച്ചിട്ടാണ് അത് പറയാറുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരുന്നത്? എന്തുകൊണ്ടാണ്? അതായത് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്തരം രോഗാണുക്കൾ തടയാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ബാരിയേഴ്സും നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഇപ്പൊ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന്, നമ്മുടെ തൊലി, അതൊരു ബാരിയർ ആണ് ശരിക്കും. കാര്യം ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനുള്ള ഒരു ബാരിയർ ആണ് എന്ത്? സ്കിൻ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരം മെംബ്രെയിൻസുകൾ ഉണ്ട്. അതായത് പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ തടയാനൊക്കെ ഉള്ള ആ ഒരു ആവരണങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പ്രവേശിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ കത്തീറ്ററുകൾ കയറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കാനുല കയറ്റുന്നുണ്ട്. അപ്പോഴൊക്കെ എന്താ സംഭവിക്കണേ? ഇങ്ങനെയുള്ള നാച്ചുറൽ ബാരിയേഴ്സിന് നമ്മൾ അവിടെ തടസ്സപ്പെടുത്തുകയാണ്. ശരിയല്ലേ? ഇങ്ങനെയുള്ള ബാരിയേഴ്സിനുള്ളിലേക്കാണ് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒരു കത്തീറ്റർ കയറ്റി വിടുകയോ അല്ലെങ്കിൽ ഈ കാനുല കയറ്റുമ്പോഴോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഈ നാച്ചുറൽ ബാരിയേഴ്സിന് അവിടെ ഒരു തടസ്സം വരുന്നതാണ്, തടസ്സം വരികയാണ്. അപ്പൊ അതിലൂടെയൊക്കെ എന്ത് സംഭവിക്കാം? ഈ പുറമേ നിന്നുള്ള അണുക്കള് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാം. മനസ്സിലായി? അങ്ങനെയാണ് എന്ത് വരുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു അസുഖം ഉണ്ടായിരിക്കില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ അസുഖം വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പേര് വരാനുള്ളത് കാരണം. അപ്പൊ നമ്മള് വിചാരിക്കുമ്പോ അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ആൾക്കാർ മരിക്കുന്നുണ്ട്. ശരിക്കും ഒരു 30% ആളുകളില് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറവാണെന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലൊക്കെ എപ്പോഴും ഈ പറയുന്ന അണുവിമുക്തമാക്കിയത് സൂക്ഷിക്കുന്നതിന്റെ പർപ്പസ് അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഇപ്പോഴും നമ്മളത് ഇൻഫെക്ഷൻ പ്രിവെൻഷനൊക്കെ വേണ്ടിയിട്ട് CSST പോലെയുള്ള ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായോ? നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ മതി. ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഹരിതയ്ക്ക് എന്താണ് വേണ്ടത്? ഹരിത ക്ലാസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ മനസ്സിലാവാത്തത്? ആണോ? അങ്ങനെയാണോ? അതോ ക്ലാസ്സിന്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾക്ക് പോകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു സമയം ഞാൻ തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബ്ലഡ് ബാങ്കിന്റെ അല്ലേ ചോദിക്കുന്നത്? ഏത് റെസ്പോൺസിബിലിറ്റി ആണ്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണോ വേണ്ടത്? എന്താണ് റെസ്പോൺസിബിലിറ്റി? ഒരു ബ്ലഡ് ബാങ്കിന്റെ എൻ്റെ ഹെഡ് ആണ് അല്ലെ. ഒരു ബ്ലഡ് ബാങ്കിന് തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് അല്ലെ. അതുപോലെ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത്
ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കിലെ ചെലവുകൾ പരിശോധിക്കുന്നു, അതുപോലെ അവിടുത്തെ പരിശോധനകൾ കണ്ടക്ട് ചെയ്യുക, പിന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്ലബുകള് മറ്റു ഓർഗനൈസേഷൻസ് അവരുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതുപോലെ ബ്ലഡ് ബാങ്ക് ഒരു ലാബ് പോലെ തന്നെയാണ് അല്ലെ. അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സ്റ്റാഫുകൾക്ക് അവിടേക്കുള്ള സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ മേൽനോട്ടം വയ്ക്കുക, ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അതുപോലെ ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റൂൾസുകളും റെഗുലേഷൻസുകളൊക്കെ നടപ്പിലാക്കേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. സ്റ്റാഫുകളുടെ പെർഫോമൻസ്, സ്റ്റാഫുകൾ എത്രത്തോളം നന്നായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതും ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് കേട്ടോ. അതുപോലെ ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന പ്രോഗ്രാമുകൾ, ഇപ്പൊ ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ക്യാമ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ബ്ലഡ് ബാങ്ക് മാനേജർക്കുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട്. അദ്ദേഹം ഒരു മാനേജർ അല്ലേ, ആ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് മേൽനോട്ടം വഹിക്കുന്നത് കേട്ടോ. സ്റ്റാഫുകളുടെ കാര്യം ആയിക്കോട്ടെ, അതുപോലെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്ത് നടത്തുന്ന എന്ത് പ്രോഗ്രാമുകൾക്കും കംപ്ലീറ്റ് മേൽനോട്ടം വഹിക്കേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജർ. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വം എന്താ? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ്. ഒരു അഡ്മിനിസ്ട്രേഷൻ എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നോ അത്രത്തോളം ആ ഹോസ്പിറ്റലും ഏറ്റവും ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യം എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ, അതായത് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് അവിടെ പരിശോധിക്കണം. അതുപോലെ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. അതുപോലെ ബ്ലഡ് ബാങ്കിൽ കൃത്യമായിട്ട് എല്ലാ ബ്ലഡ് കമ്പോണൻസുകളും സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോക്ക് ഒക്കെ തീർന്നു പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കളക്ട് ചെയ്ത് ഫില്ലൊക്കെ ചെയ്ത് വെക്കണം. അതുപോലെ അവിടെ എല്ലാ സ്റ്റാഫുകളും ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. പിന്നെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കും, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മീറ്റിങ്ങുകൾ വെക്കണം. മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്ത് പുതിയ നല്ല പോളിസികളൊക്കെ നടപ്പിലാക്കാനും ആർക്ക് ഉത്തരവാദിത്വമുണ്ട്? അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ലുക്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ. ഓക്കെ, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് കേട്ടോ. ഓക്കെ, അൾസർ ഒക്കെ വരിക, ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ എന്തെങ്കിലും അൾസർ, ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് വരും. ഓക്കെ, ഇപ്പൊ നമ്മള് ചമയ്ക്കുമ്പോഴ്, തുപ്പുമ്പോഴ്, അല്ലെങ്കിൽ നമ്മള് ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ബ്ലഡ് ഒക്കെ ലോസ് ആവും നമ്മുടെ. ഓക്കെ, അപ്പൊ അങ്ങനെ സിവിയർ ബ്ലഡ് ലോസ് വന്നു കഴിഞ്ഞാല് എന്തുണ്ടാവും? അവർക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.